ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ റോളുമായിട്ടാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായി ഈ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് റോളിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ക്യാരറ്റ്, കാബേജ്, വലിയ ഉള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചതാണ് കേട്ടോ. വേവിച്ച് ഉടച്ച് വെക്കണം ഇത്. ഇനി ഇത് ഉണ്ടാക്കാനായി ഞാനിത് അവിടെ ഒരു ഗ്യാസ് ഓൺ ആക്കി ഒരു പാൻ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് എരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് കൂടെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും മല്ലിയിലയും കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല എന്നിവ ചേർക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വാട്ടിയെടുത്തിട്ടുള്ള കൂട്ട് ഇനി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ റോൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ബ്രെഡിൻ്റെ 4 സൈഡും ഞാനിവിടെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. മുറിച്ചെടുത്ത ഭാഗം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കണം കേട്ടോ. അതിനുശേഷം ബ്രെഡ് എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെള്ളമോ കുറച്ച് പാലോ ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാനിതാ റോള് ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി മാവ് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് മൈദമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മാവിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിതാ ബ്രെഡ് ക്രംസിൽ റോള് നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് റെഡിയാക്കി വെക്കാം. ഞാനിത് എല്ലാ റോളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോ റോളായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ ഭാഗം പൊരിഞ്ഞു വരുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ബ്രെഡ് വെജിറ്റബിൾ റോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.